പാളയത്തിനപ്പുറത്തു കഷ്ടമേക്കും കാലം ആടുവെട്ട യേശുവിനെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്തു കഷ്ടമേക്കും കാലം ആടുവെട്ട യേശുവിനെ നിന്ന ചുമക്കാം. നിൽക്കുന്നതിനും നീവിടെ പോർക്കളത്തിലത്ത് നാം നിൽക്കവേണ്ട തോൽപ്പൊരുതു യാത്ര തുടരാം. നിൽക്കുന്നതിനും നീവിടെ പോർക്കളത്തിലത്ത് നാം നിൽക്കവേണ്ട തോൽപ്പൊരുതു യാത്ര തുടരാം. വേഗം യാത്ര തുടരാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 29 സങ്കീർത്തനം 2 വാക്യം. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ബഹുമാനിക്കാനും അവൻ്റെ അതുല്യവും നിർമ്മലവുമായ സ്വഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് ഭയഭക്തിയോടെ അവനെ ആരാധിക്കുവാനും ഈ വാക്യം നമ്മോട് ആവശ്യപ്പെടുന്നു. ഔപചാരിക ആരാധനയിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ബഹുമാനത്തോടും ആദരവോടും കൂടി ദൈവത്തെ സമീപിക്കുവാൻ ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് അർഹമായ ബഹുമതിയും ബഹുമാനവും ഈ വാക്യത്തിലൂടെ നൽകുന്നുണ്ട്. അവൻ്റെ നാമം, അവൻ്റെ സ്വഭാവം, പ്രവൃത്തികൾ, പ്രശസ്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ബഹുമാനത്തോടും വിനയത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ ഈ വാക്യം ഒരുക്കുന്നു. പ്രിയ സ്നേഹിതരെ, അവൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് വിശുദ്ധിയോടും വെടിപ്പോടും അവനെ ആരാധിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ വിശുദ്ധിയും മഹത്വവും തിരിച്ചറിയുവാനുള്ള കൃപ ഈ നാളിൽ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.